വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, ഒരു സിംഗിൾ ചാർജ് അവിടെ ഇരുന്നിട്ട് ഒരു പോയിൻ്റ് ചാർജ് അവിടെ ഇരുന്നാൽ ഒരു ആർ ഡിസ്റ്റൻസ് മാറിയുള്ള അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. അപ്പോൾ അത് നമുക്ക് 3 കേസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു 1/4πε0 പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഇൻ വാക്വം. വാക്വത്തിലല്ല, ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ഉള്ള ഒരു സബ്സ്റ്റൻസിലാണ് ഈ ചാർജ് ഇരിക്കുന്നതെങ്കിൽ then it will be 1/4πε0 k into q by r, where r is the distance between the point charge plus q and the point p. The r is the distance between these two. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് വാക്വത്തിലാണെങ്കിൽ 1/4πε0, വാക്വത്തിലല്ല ഒരു വേറൊരു മീഡിയത്തിലാണ് വെക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി 1/4πε0 എപ്സിലോൺ ആർ, or it can be written as 1/4πε0 k. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, കെ എന്ന് പറയുന്നത് വേറൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണ്? സി സപ്പോസ് ദിസ് ഇസ് എ ചാർജ് പ്ലസ് ക്യൂ, ദിസ് ഇസ് എ പോയിന്റ് പി, ഡിസ്റ്റൻറ്റ് ആർ ഫ്രം ഇറ്റ്. The electric field the potential is given by 1/4πε0 q by r എന്ന് പറഞ്ഞാൽ, see, for a particular case of particular q, that is 1/4πε0 and q is a constant, so v is equal to or v is proportional to 1/r. എന്നുവെച്ചാൽ അതിൻ്റെ വേരിയേഷൻ 1/r അനുസരിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡോ, ഇലക്ട്രിക് ഫീൽഡ് വേരീസ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഇൻവേഴ്സ് 1/r². ഈ വേരി ചെയ്യുന്നത് ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു 1/r². വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r, whereas E is ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ രണ്ടിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ വ്യത്യാസമായിരിക്കും. മനസ്സിലായി? അതിൻ്റെ ഗ്രാഫ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെ ആ ഗ്രാഫ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. പോയിന്റ് ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു. ഡ്യൂ ടു എ പോയിന്റ് ചാർജ് വി വിൽ ബി ഈക്വൽ ടു 1/4πε0 q by r. ഇത് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് ഡ്യൂ ടു എ ഗ്രൂപ്പ് ഓഫ് ചാർജസ്. കുറേ ചാർജുകൾ ഇരിക്കുന്നു ഇവിടെ, ഇങ്ങനെ കുറേ ചാർജുകൾ ഇരിക്കുന്നു. ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. സി സപ്പോസ് ദിസ് ഈസ് എ ചാർജ് q1 plus q1. This is a point P at a distance r1. Then what will be the potential? Potential at point P due to q1 will be equal to v1 is equal to 1/4πε0 q1 by r1. Now imagine there is another point q2, another point charge q2, which is at a distance r2. Then what will be the potential? Potential will be v2 will be equal to potential at p due to q2 will be equal to 1/4πε0 q2 by r2. ഇവിടെ ε0 മാത്രം ഞാൻ എടുക്കുന്നത് അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ പ്ലേസ്ഡ് ഇൻ വാക്വം ഓർ എയർ. വേറൊരു മീഡിയത്തിലാണ്, വെള്ളത്തിലാണ്, അല്ല മണ്ണെണ്ണയിലാണ് കൊണ്ട് നോക്കി വെക്കുന്നതെങ്കിൽ ദിസ് വിൽ ബിക്കം ε0 εr, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം കെ. ഓക്കെ, നമ്മളിപ്പോൾ വാക്വത്തിലുള്ള കാര്യം മാത്രം പഠിക്കാം. സോ ഇറ്റ് വിൽ നൗ ഇമാജിൻ ദർ ഇസ് അനദർ ചാർജ് q3 ഹിയർ. What will be the potential? Suppose this is at a distance r3, then v3 will be equal to 1/4πε0 q3 by r3. Easy. Ini what will be the resultant potential v? ഇത് 3 ചാർജും കൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഞാൻ അവിടത്തേക്കൊരു ഇൻഫിനിറ്റിയിൽ നിന്നൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരികയാണെങ്കിൽ
ഞാൻ എന്തുമാത്രം വർക്ക് ചെയ്യേണ്ടി വരും? See, V1, V2, V3 are the potential due to Q1, Q2 and Q3. First thing you have to understand, that is scalar quantity. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരുന്നു എങ്കിൽ നിങ്ങളിത് ഇങ്ങനെ ഇതിൻ്റെ ഡയറക്ഷൻ ഇത്, ഇതിൻ്റെ ഡയറക്ഷൻ ഇത്, ഇതിൻ്റെ ഡയറക്ഷൻ ഇത് തമ്മിൽ ആഡ് ചെയ്തു, അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു, അങ്ങനെ ആഡ് ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഈ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലായപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കാര്യം. That is a scalar quantity. So what will happen? What we have to do? We have to add. Simply you have to add. So V will be equal to V1 plus V2 plus V3. That will be the potential at point P, total potential. So that will be equal to 1 by 4 pi epsilon 0, that is common, Q1 by R1 plus Q2 by R2 plus Q3 by R3. So this will be the potential. This will be the potential. Suppose instead of 3, imagine that there are n charges. This is Qn. There are n charges. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? What will be the potential? Potential will be equal to, V will be equal to 1 by 4 pi epsilon 0 Q1 by R1 plus Q2 by R2 plus, like that it will go plus Qn by Rn. വെറുതെ കൂട്ടിയെടുത്താൽ മതി, because it is a scalar quantity. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ. അതിന് നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെ എഴുതാം? V will be equal to 1 by 4 pi epsilon 0 summation. ഇങ്ങനെ ആഡ് ചെയ്തെടുക്കണം. എത്ര എണ്ണം ആഡ് ചെയ്യണം? QI by RI, ജനറലൈസ് ചെയ്ത് പറയണേ. Q1 by Q2, Q2 by R2, അങ്ങനെ പറഞ്ഞാൽ QI by RI. I will have value എത്ര മുതൽ തുടങ്ങും? 1 നിന്ന് തുടങ്ങും. എത്ര വരെ നിൽക്കും? I is equal to N. N ചാർജസ് ഉണ്ടെങ്കിൽ this will be the potential. അപ്പോൾ what is the potential due to a, ഇത് due to a point charge, but due to a group of charges, that will be, V will be equal to 1 by 4 pi epsilon 0 Q by R1 square, Q1 by R1 plus Q2 by R2 plus, like that, Qn by Rn. And this can also be written as V is equal to 1 by 4 pi epsilon 0 summation I is equal to 1 to I is equal to N Qi Ri. This is another formula. ഈ രണ്ട് ഫോർമുലകളും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദ തേർഡ് തിങ്, ഡ്യൂ ടു എ ഡൈപോൾ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ ഡൈപോൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലൊക്കെ അറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ ഡൈപോൾ. അപ്പോൾ നമ്മൾ ഡൈപോളാണ് വരച്ചേക്കുന്നത്. എ ബി ഈസ് ദ ഡൈപോൾ. സോ ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ, ദിസ് ലെങ്ത് ഈസ് 2a and it is having a dipole moment. Dipole moment എങ്ങോട്ടായിരിക്കും? -q to +q. It is a vector quantity and its dipole moment is in this direction, -q to +q. അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇമാജിൻ എ പോയിന്റ് P. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ, നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയെടുക്കുക. ലെറ്റ് എ ബി ബി എ ഡൈപോൾ ഓഫ് ചാർജ് q, that is -q and +q, separated by a distance 2a. Let P be a point at a distance r from the center of the dipole. സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഇനി let the angle made by the dipole, axial line of the dipole and the line connecting P is equal to theta. ഈ ആംഗിൾ തീറ്റയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ,
ഇത്ര എഴുതുക. അതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം? ലെറ്റ് ദ പൊട്ടൻഷ്യൽ, ഇനി നമുക്ക് നോക്കാം, പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മളെങ്ങനെ കാണുമത് പൊട്ടൻഷ്യൽ? ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജിൻ്റെ എത്രയാണെന്ന് കാണുക, മറ്റേ ചാർജിൻ്റെ എത്രയാണെന്ന് കാണുക, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, സിംപ്ലി ആഡ് ഇറ്റ്. സോ ലെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ V1 ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് V1? നമുക്കറിയാം പോയിൻ്റ് ചാർജാണിത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ? 1/4πε0 Q പ്ലസ് Q ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു, നമ്മളുടെ ജനറൽ ഫോർമുലയിൽ. അപ്പോൾ BP നോട്ട് സ്ക്വയർ, സോറി, ബൈ R ആണ്. അപ്പോൾ ബൈ BP. നൗ ദ പൊട്ടൻഷ്യൽ at P due to minus Q, that is V2 എന്നിരിക്കട്ടെ. what will be V2? V2 will be equal to 1/4πε0 minus Q by AP. ഇവിടെ മൈനസ് ക്യൂ ആണ്, മൈനസ് ക്യൂ ബൈ AP. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V1 കിട്ടി, V2 കിട്ടി. Now what will be the resultant potential? ഇത് രണ്ടിൻ്റെ കാരണം പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സിംപ്ലി ആഡ്. So the resultant potential V will be equal to V1 plus V2, and that will be equal to 1/4πε0 plus Q by BP plus 1/4πε0 minus Q by AP, and that will become, ഇവിടെ നമുക്ക് 1/4πε0യും Qവും രണ്ടും കോമൺ ആണ്, or we can write 1/4πε0 plus Q by BP plus minus of Q by AP, and that will be equal to 1/4πε0 Q by BP minus Q by AP, and Q നമുക്ക് പുറത്തെടുക്കാം. that will be equal to Q by, അല്ല Q വേണ്ട, Q നമുക്ക് അങ്ങനെ തന്നെ ഇടാം, അത് പിന്നീട് മൊമെൻ്റാക്കി മാറ്റാനുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ഇനി നമുക്ക് AP BP എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? വൺ ഈസ് ദ ഡിസ്റ്റൻസ്, ഇത്ര ഡിസ്റ്റൻസ് മാറി എത്ര ഉണ്ടെന്നാണ് നമുക്ക് അറിയാം. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം തീരുമാനിക്കും. ദെൻ വാട്ട് വി നോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ 2a. അപ്പോൾ എ എന്നും അറിയാം, ആറും അറിയാം. നമുക്കപ്പോൾ ഈ ഇക്വേഷനെ, ലെറ്റ് ദിസ് ബി ദ ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷനെ നമുക്ക് ആറിനും എക്കും ഒക്കെയുള്ള ടേംസ്, തീറ്റയ്ക്കൊക്കെയുള്ള ടേംസാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യും? ലെറ്റ് us കൺസിഡർ ദ ട്രയാങ്കിൾ. ഇനി നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. നൗ യു ക്യാൻ റൈറ്റ്. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് എന്താണ്? എക്സ്റ്റെൻഡ് ദ ലൈൻ OP downwards so that AC can be drawn in such a way angle ACO is 90 degree. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ ലൈൻ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ട് ഞാൻ എയിൽ നിന്ന് സിയിലേക്ക്, ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കും. എവിടെയാണ് ആ പോയിന്റ് സി ഫിക്സ് ചെയ്യണത്? എങ്ങനെയാണ്? ഇൻ സച്ച് എ വേ ദ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ സി വിൽ ബി 90 ഡിഗ്രി. അതേപോലെ തന്നെ ഞാൻ വേറൊരു പണിയും കൂടി ചെയ്യും. ഡ്രോ എ ലൈൻ ജോയിനിങ് ദിസ് ലൈൻ OP such a way from B such a way the angle made at this point is 90 degree. ഇത് 90 ഡിഗ്രി ആക്കും ഞാൻ. അങ്ങനെ രണ്ട് ലൈൻ വരയ്ക്കും. ലൈൻ വരച്ചിട്ട് ആ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ഐ വിൽ മേക്ക് ഇറ്റ് എ C and D. ഇനി നമ്മൾ ഈ ജോമെട്രി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. നൗ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? BP. നിങ്ങൾ ഓർക്കണം, ഈ BP എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസാണ്. A എന്ന് പറയുന്ന വളരെ 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 ചെറുതാണ്, അല്ലേ? A ഈസ് വെരി 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 സ്മോൾ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ OPയും BPയും ഏതാണ്ട് തുല്യമായിട്ട് വരും. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. വളരെ അടുത്തടുത്ത് ഇങ്ങനെ വരുന്തോറും AP വിൽ ബി ഈക്വൽ ടു BP.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിൻസ് A is very very small, BP is approximately equal to PD. ഈ പി ഡി എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നതും നമുക്ക് ഏതാണ്ട് തുല്യമായിട്ട് വരും. ദാറ്റ് വിൽ ബി പി ഡി. ആൻഡ് വാട്ട് വിൽ ബി പി ഡി? വാട്ട് ഈസ് പി ഡി? പി ഡി ഈസ് ദിസ് മച്ച്. ഇതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഈ ഭാഗം കുറയ്ക്കുന്നതാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ആറിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ആർ മൈനസ് ഒ ഡി. ആൻഡ് വാട്ട് വിൽ ബി ദാറ്റ് ഒ ഡി? OD will be equal to, what is OD? Consider triangle OBD. Triangle OBD. What will be cos theta? Cos theta will be equal to adjacent side by hypotenuse. Adjacent side is OD by hypotenuse is A. So what will be OD? OD will be equal to A cos theta. So I can write this as R minus A cos theta. R minus A cos theta. ഇത് ഇക്വേഷൻ 2 എന്നിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എ പി ആണ്. വാട്ട് ഈസ് എ പി? എ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി സി. ഈ ഡിസ്റ്റൻസ് ഈ എ അടുത്ത് വരും തോറും ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി സി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, വാട്ട് ഈസ് പി സി? പി സി ഈസ് ദിസ് മച്ച് ഈസ് ആർ പ്ലസ് ഒ സി. ആർ പ്ലസ് ഒ സി. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, കൺസിഡർ ട്രയാങ്കിൾ ഒ സി എ. cos theta will be equal to, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി കോസ് തീറ്റ? കോസ് തീറ്റ വിൽ ബി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി ബൈ എ, ഓർ ഒ സി വിൽ ബി ഈക്വൽ ടു എ കോസ് തീറ്റ. So that will be equal to R plus A cos theta. This is equation 3. Now substituting, ഞാൻ എഴുതുമ്പോൾ തന്നെ എഴുതി പോരുക കേട്ടോ. Tuting 2 and 3 in equation 1. So what will happen? V will be equal to 1 by 4 pi epsilon 0 Q നമുക്ക് പുറത്തെടുക്കാം. ഇതിൻ്റെ Q by 4 pi epsilon 0 into 1 by ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ പിന്നെ ഒരു സ്റ്റെപ്പ് ലഭിക്കും. That will be equal to Q by epsilon 0. B instead of BP, what we can write? BP is R minus A cos theta. 1 plus R minus A cos theta. 1 divided by A, 1 R minus A cos theta minus 1 by R plus A cos theta. So V will be equal to Q by 4 pi epsilon 0 R minus A cos theta into R plus A cos theta by this, here it will become R plus A cos theta minus R minus A cos theta. And that will become V is equal to, ഇതെന്താണ്? R minus A cos theta into R plus A cos theta. What is that? A plus B into A minus B is A square minus B square. So the denominator will become R square A square cos square theta
into 1 by 4 pi, or I will write it here. So we will be equal to q by 4 pi epsilon 0 r plus a cos theta minus r minus plus a cos theta, bracket മാറ്റുമ്പോൾ r minus r plus a cos theta by r square plus a square, r square minus a square cos square theta. This will be there. And v will be equal to q by 4 pi epsilon 0 r cancel ആയി പോകും. a cos theta plus a cos theta is 2a cos theta by r square minus a square cos square theta. See, that will be, v will be equal to bracket മാറ്റിക്കളയാം, q into 2a into cos theta by 4 pi epsilon 0 into r square minus a square cos square theta. What is q into 2a? q into 2a is p, the dipole moment. So v will become, v is equal to, we can write p by, or I can write like this, 1 by 4 pi epsilon 0 p cos theta by r square minus a square cos square theta. This is the equation for the electric potential at a point P distant r from the center of the dipole. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. So since a is very very small, what will happen? ഈ a square cos square theta will be very very small. മനസ്സിലായി? അതിനകത്ത് ഈ എ വളരെ ചെറുതായതുകൊണ്ട്, സിൻസ് എ ഈസ് very very small, we can neglect the term a square cos square theta. Then what will be v? Then v is equal to 1 by 4 pi epsilon 0 p cos theta divided by r square. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയ ഒരു പോയിന്റിനെ എടുത്തു കഴിഞ്ഞാൽ 1 by 4 pi epsilon 0 is a constant, for a dipole p is a constant, and theta for a particular point theta will be a constant. Now that means v is proportional to 1 by r square. നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടത്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് കണ്ടത്. ഇവിടെ ആർ സ്ക്വയർ. പക്ഷേ പോയിൻ്റ് ചാർജിലോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by r. മനസ്സിലായി? ഡൈപോൾ ആകുമ്പോൾ അത് ആർ സ്ക്വയർ ആകും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിംഗിൾ പോയിൻറ്റിനെ സംബന്ധിച്ചാൽ 1 by r സ്ക്വയർ ആയിരുന്നു പ്രൊപ്പോർഷണൽ ടു. മറ്റേ ഡൈപോൾ വന്നപ്പോൾ 1 by r ക്യൂബായി. ഇവിടെ 1 by r എന്നായിരുന്നു പോയിൻ്റ് ചാർജിന്, ആൻഡ് ദാറ്റ് ഹാസ് നൗ ഫോർ എ ഡൈപോൾ ഇറ്റ് ഹാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അതിനനുസരിച്ച് ഗ്രാഫൊക്കെ മാറും. ഗ്രാഫ് ഞാൻ അടുത്ത ദിവസം എടുത്ത് തരാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രാഫ് നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. പി എന്ന് പറയുന്ന പോയിന്റിലെ ഒരു ജനറൽ ഇക്വേഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിലും ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഇക്വറ്റോറിയൽ ലൈനിലും ആക്സിയൽ ലൈനിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ടാണ് ജനറൽ ഫോം ഞാൻ ചെയ്യാതിരുന്നത്, അന്ന് പഠിപ്പിക്കാതിരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ജനറൽ ഫോമാണ് പഠിപ്പിക്കുന്നത്, കാരണം ഡെറിവേഷൻ കുറച്ച് ഈസിയാണ്, അതുകൊണ്ടാണ്. സോ സ്പെഷ്യൽ കേസ് 1
when theta is equal to 0. That is when P, the point P lies on the ഇങ്ങനെ എഴുതാം നമുക്ക് അത് ഇങ്ങനെ എഴുതാം. രണ്ട് കേസ് ഉണ്ട് അതിനകത്തെ. See, one special case when P lies on the axial line. ഇതാണ് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ. ദിസ് ഈസ് ദ ആക്സിയൽ ലൈൻ. പി ഒന്നെങ്കിൽ ഇവിടെ ആകാം, അല്ലെങ്കിൽ ഇവിടെ ആകാം. എവിടെ വേണേലും ആക്സിയൽ ലൈനിൽ ഏത് പോയിന്റിൽ വേണേലും ആകാം. നമ്മൾ പി ഇമാജിൻ ചെയ്യണം ഇവിടെ ആണെന്നിരിക്കട്ടെ. ദെൻ വാട്ട് വിൽ ബി തീറ്റ? തീറ്റ വിൽ ബി 0. ദെൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0. ഏത്? ഈ ഡൈപോൾ മൊമെൻറ്റുമായിട്ടുള്ള ആംഗിളാണ് പറയുന്നത് കേട്ടോ, തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റ് പി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇവിടെ പടത്തിൽ നമ്മൾ ഇതുമായിട്ടുള്ള ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഡൈപോൾ മൊമെൻറ്റ് ഇതാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളായിട്ട് തീറ്റ. ഇനി നിങ്ങളുടെ ഈ ഇമാജിൻ ചെയ്യുന്ന പോയിന്റ് പി, ലെറ്റ് ഇറ്റ് ബി ഹിയർ, ദാറ്റ് ഈസ് ഓൾസോ ഓൺ ദ ആക്സിയൽ ലൈൻ. ഹിയർ വാട്ട് വിൽ ബി തീറ്റ? ഓർ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ട് ചാൻസ് ഉണ്ട്. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ ആകാം, ഇവിടെ എവിടെയെങ്കിലും ആകാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആകാം. അപ്പോൾ തീറ്റ ഇവിടെയാണെങ്കിൽ തീറ്റ 0, ഇവിടെയാണെങ്കിലോ ഈ പി എന്ന് പറയുന്ന ആംഗിൾ വയ്ക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ 0, 180 ആയിട്ട് വരും. സോ വാട്ട് വിൽ ഹാപ്പൻ? തീറ്റ ക്യാൻ ഐദർ ബി 0 ഓർ 180. തീറ്റ 0 ആണെങ്കിൽ വാട്ട് വിൽ ബി വി? വി വിൽ ബി ഈക്വൽ ടു 1/4 epsilon 0 p by r square. Theta, when theta is equal to 0, when theta is equal to 180, v will be equal to 1/4 epsilon 0 p into, ഇവിടെ cos തീറ്റയ്ക്ക് വരാം, മറ്റേ cos 0 1 ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ 1 എഴുതിയത്. ഇവിടെ this will become -1 by r square. So v will be equal to minus of 1/4 epsilon 0 p by r square. അപ്പോൾ ഇങ്ങനെ രണ്ട് വാല്യൂ വരാം. ഒന്ന് p by r square വരാം, മൈനസ് ഓഫ് p by r square വരാം. അങ്ങനെ രണ്ട് പൊട്ടൻഷ്യൽ വരാം. അപ്പോൾ ജനറലായിട്ട് നമ്മളെങ്ങനെ എഴുതും? ഇൻ ദിസ് കേസ് ഹൗ യു ക്യാൻ റൈറ്റ് v, then v is equal to either it can be plus or minus 1/4 epsilon 0 p by r square. This is the formula, special case when p lies on the axial line. p axial line കിടന്ന തീറ്റയ്ക്ക് 0 180 വരെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ it can be either plus or minus 1/4 epsilon 0 p by r square. In a 2, when p lies on the equatorial line, if p is on the equatorial line, what will be the case? This angle will become 90 degree. ഇതാണ് equatorial line. അപ്പോൾ theta will be 90 degree. Then what will be cos theta? Cos theta will be theta will be 90 degree. Then theta is equal to 90 degree and cos theta is equal to 0. Therefore v is equal to 0. ഇക്വറ്റോറിയൽ ലൈനിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് ദ ഡൈപോൾ, ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇക്വറ്റോറിയൽ ലൈനിൽ അങ്ങനെ പോവുകയാണ്. ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് ഞാൻ പ്രത്യേകം ജോലിയൊന്നും ചെയ്യേണ്ട. കാര്യം എന്താണെന്നറിയാം, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരികയാണെന്നിരിക്കട്ടെ, ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കഴിയുമ്പോൾ ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് തള്ളുകയും ചെയ്യും, ഇവൻ വലിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? നള്ളിഫൈ ചെയ്ത് പോയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട്, ഇക്വറ്റോറിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡു എനി വർക്ക്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ വിൽ ബി 0. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയും കണ്ടു നിർത്താം. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്, അത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പറയേണ്ട കാര്യമുണ്ട്.
അപ്പോൾ വീഡിയോയുടെ നീളം കൂടണ്ട. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.